ദേവ് ട്രാവൽ വേൾഡിൻ്റെ 120ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചരിത്രമുറങ്ങുന്ന കാപ്പാട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യൂറോപ്യന്മാർക്ക് സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുമായുള്ള വ്യാപാരം അനിവാര്യമായിരുന്നു. AD 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിക്കുകയുണ്ടായി. ഇതോടെ കരമാർഗം ഇന്ത്യയിലേക്കുള്ള വാണിജ്യത്തിന് തടസ്സം നേരിട്ടു. ഇതിനെ തുടർന്ന് യൂറോപ്യന്മാർ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്ക വൻകര ചുറ്റി ഇന്ത്യയിലെത്താനുള്ള പുതിയൊരു വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അറിയപ്പെടുന്ന പല യൂറോപ്യൻ നാവികരും ഈ ശ്രമം തുടർന്നെങ്കിലും 1498 പോർച്ചുഗീസ് നാവികനായിരുന്ന വാസ്കോ ഡെ ഗാമയാണ് ആദ്യമായി അതിൽ വിജയം കണ്ടത്. കിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് വെച്ച് അറേബ്യൻ നാവികനായിരുന്ന അഹമ്മദ് ഇബ്നു മജീദിൻ്റെ സഹായത്തോടെ 1498 മെയ് 20 വാസ്കോ ഡെ ഗാമയുടെ കപ്പൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് നങ്കൂരമിട്ടു. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം മാറ്റിത്തീർത്ത ഗാമയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കാപ്പാട് കടൽ തീരത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തീരം കടലെടുത്തു പോകാതിരിക്കാൻ വേണ്ടി ധാരാളം പുലിമുട്ടുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ തീരം സംരക്ഷിക്കുന്നത്. ഒട്ടേറെ ചെറിയ ചെറിയ പുലിമുട്ടുകൾ നമുക്ക് ഈ കടലിലേക്ക് തള്ളി നിൽക്കുന്നത് കാണാം. അങ്ങനെ ഈ തീരം മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. പ്രായഭേദമന്യേ സന്ദർശകർക്ക് സമയം ചെലവഴിക്കാനുള്ള ഒട്ടേറെ സൗകര്യങ്ങൾ അധികൃതർ ഈ കടപ്പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. സ്വർണ്ണവർണ്ണമാർന്ന മണൽത്തരികളുള്ള ഈ കടൽ തീരം സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ കടൽ തീരം ഏറെ ശുചിത്വത്തോടെ സംരക്ഷിക്കുന്നതിൽ അധികൃതർ നല്ല ജാഗ്രത പുലർത്തുന്നുണ്ട്. വെറും 25 രൂപ ടിക്കറ്റ് എടുത്ത് പാർക്കിനകത്തേക്ക് പ്രവേശിക്കുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഒട്ടേറെ സൗകര്യങ്ങളാണ്. കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു മത്സ്യബന്ധന ബോട്ടിൻ്റെ തിരിച്ചുവരവാണ് നമ്മളിപ്പോൾ കാണുന്നത്. രസകരമായ ഇത്തരം വേറിട്ട കാഴ്ചകളും സന്ദർശകർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. വെയിലിൻ്റെ കാഠിന്യം കുറയുന്നതിന് മുമ്പ് തന്നെ പാർക്കിൽ കുട്ടികൾ എത്തിക്കഴിഞ്ഞു. വൈകുന്നേരമാകുമ്പോഴേക്കും പാർക്ക് കുട്ടികളെ കൊണ്ട് നിറയും. കുടിവെള്ളം സജ്ജീകരിച്ചിരിക്കുന്നു. വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് എടുത്തു പറയേണ്ടത്. ഭിന്നശേഷിക്കാർക്കുള്ള വാഷ്റൂമും ഈ പാർക്കിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. മുള ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദത്തോടെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേകം മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കടലിൽ നീന്തിക്കുളിച്ച് വരുന്നവർക്ക് ഷവർ ചെയ്യാനുള്ള സൗകര്യവും ഈ കെട്ടിടത്തോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട്. ഷഡ്ഭുജാകൃതിയിൽ വർണ്ണമനോഹരമായ ചെങ്കല്ലിൽ പടുത്ത ഈ കെട്ടിടത്തിനകത്ത് ബീച്ച് കഫേ പ്രവർത്തിക്കുന്നു. ചായയും കാപ്പിയും പലഹാരങ്ങളും മറ്റു മധുരപാനീയങ്ങളും മിതമായ വിലയ്ക്ക് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നു. പാർക്കിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ദാഹം തീർക്കാനുമുള്ള അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. പാർക്കിലെ തണൽ മരങ്ങൾ സന്ദർശകർക്ക് ഏറെ ആശ്വാസകരമാണ്. വാച്ച് ടവർ ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മിതികളാണ്. കടലിൽ ഇറങ്ങുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അപകടം വരുമ്പോൾ രക്ഷിക്കുന്നതിനുമായി ലൈഫ് ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട്. നീന്തൽ വസ്ത്രം ധരിച്ച് സുരക്ഷിതമായി കടലിൽ നീന്തിക്കുളിക്കാൻ അവസരം നൽകുന്ന മലബാർ തീരത്തെ അറിയപ്പെടുന്ന ഒരു കടൽ തീരമാണ് കാപ്പാട്. സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലോക നിലവാരം പുലർത്തുന്നവയാണ്.
ഇത്രയും സുന്ദരമായ ഈ കടൽ തീരം നമ്മുടെ നാട്ടിലെ ആളുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. യാത്രയ്ക്കായി പല ദേശങ്ങളിലും പോകുന്ന മലയാളികൾ സ്വന്തം നാട്ടിലെ ഇത്തരം കേന്ദ്രങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കാതിരിക്കരുത്. സായാഹ്ന സൂര്യൻ്റെ പൊൻപ്രഭയേറ്റ് കാപ്പാട് കടൽ തീരം വർണ്ണാഭമാവുകയാണ്. തീരത്തെത്തുന്ന ആളുകളുടെ എണ്ണവും അല്പാൽപമായി കൂടി വന്നിട്ടുണ്ട്. കോഴിക്കോട്ടെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് കാപ്പാട് കടൽ തീരമെന്ന് നിസ്സംശയം പറയാം. ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കാപ്പാട് കടൽ തീരത്തേക്കെത്താൻ കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 14.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. കാലിഫോർണിയയിലെ ഹാഫ് മൂൺ ബേ ബീച്ചിൽ കാർ ക്യാമ്പിംഗ് കുടുംബസമേതം നടത്തിയ ഞങ്ങൾക്ക് ഒട്ടും മോശമല്ലാത്ത അനുഭവമാണ് കാപ്പാട് കടൽ തീരവും തന്നത് എന്ന കാര്യം ഇവിടെ സന്തോഷപൂർവ്വം പങ്കിടട്ടെ. കോഴിക്കോടിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.